ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ റോസ് മിൽക്ക് കേക്കാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റോസ് മിൽക്ക് സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആവശ്യത്തിന് പാല്, അത് എത്ര കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള പാല് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് അമുലിൻ്റെ ഫ്രഷ് ക്രീം, അതും പാലിൻ്റെ അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത്, അമുലിൻ്റെ ഫ്രഷ് ക്രീം. പിന്നെ ഒരു 4-5 ഡ്രോപ്പ് ടൈഗറിൻ്റെ എസൻസ്, ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും ആവശ്യത്തിനനുസരിച്ച് ഒരു 4-5 ഡ്രോപ്പൊക്കെ മതിയായിരിക്കും. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കട്ട പിടിച്ച് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അമുൽ ക്രീമിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് പാലിൻ്റെ പാടയൊന്നുമല്ല, അത് അമുൽ ക്രീം തന്നെയാണ്. അപ്പം ഞാനിത് യൂഷ്വലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാലേ, ഇത് 2 പ്രാവശ്യം സോക്ക് ചെയ്യും. ഈ നമ്മുടെ സ്പോഞ്ച് ആദ്യം സ്പോഞ്ച് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത്തെ സോക്കിംഗ് ആണ് നിങ്ങൾ കാണുന്നത്, ഈ കേക്കിൻ്റെ ലെയറിങ്ങിൽ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി ഒന്നും കൂടി ഫോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് അകത്തോട്ട് കയറ്റും. പിന്നെ ഈ ലെയറിങ്ങിൽ കൊടുത്തേക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തുള്ള അതാണ് കൊടുത്തേക്കുന്നത്. അവർക്കധികം ചോക്ലേറ്റ് വേണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് ശകലം മതി എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ 2 പ്രാവശ്യം സോക്ക് ചെയ്താണ് നമ്മുടെ കേക്ക് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മോയിസ്റ്റ് ആയിരിക്കും കേട്ടോ കേക്ക്. ഭയങ്കര ആ റോസ് മിൽക്കിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കേക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ.